അദ്ദേഹം നമുക്ക് തന്ന റഫറൻസ് പ്രകാരമുള്ള ആ ഒരു ആംബിയൻസ് ഒരിക്കലും ഈ കിച്ചണിൽ കിട്ടില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾ ലാബ് നിർബന്ധമായിട്ട് വേണം എന്നിരിക്കട്ടെ, അവിടെ നമുക്ക് ഈ മോഡുലാർ പോലെ തോന്നത്തക്ക രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ കിച്ചണിൽ ഓരോ ക്ലയൻസും കാണിക്കുന്ന ഓരോ അബദ്ധത്തെ പറ്റിയാണ്. നിലവിൽ ഈ ഒരു കിച്ചണിൽ വന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റും വാൾട്ടയിലും എല്ലാം നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെ പുള്ളി കോൺടാക്ട് ചെയ്തത്. അപ്പം പ്രധാനമായിട്ടും പിന്നീട് നമുക്ക് ഇത്രയും പൈസ ഇതിനകത്ത് ഗ്രാനൈറ്റിൻ്റെ പൈസ അതുപോലെ തന്നെ വാൾട്ടയിൻ്റെ പൈസ ഇത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് ഇത് പൊളിച്ച് ചെയ്യാനുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പം പിന്നീട് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ നമുക്ക് അടിയിൽ ഫ്രെയിമും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഇതിനെ കവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ ഇപ്പം ഇതിലിപ്പോൾ നിലവിൽ രണ്ട് ഡ്രോ ആണ് ഒരു നിലയിൽ വരുന്നത്. ഈ രണ്ട് ഡ്രോ എന്നുള്ളത് നമുക്ക് ശരിക്കും പക്കാ മോഡുലാർ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡ്രോ നമുക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹം നമുക്ക് തന്ന റഫറൻസ് പ്രകാരമുള്ള ആ ഒരു ആംബിയൻസ് ഒരിക്കലും ഈ കിച്ചണിൽ കിട്ടില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് സ്ലാബ് നിർബന്ധമായിട്ട് വേണം എന്നിരിക്കട്ടെ, അവിടെ നമുക്ക് ഈ മോഡുലാർ പോലെ തോന്നത്തക്ക രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും ഈ സ്ലാബ് ഇവിടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ മുകളിലിടുന്ന ഗ്രാനൈറ്റ് ഏകദേശം ഒരു 5 സെന്റിമീറ്ററിന് മുമ്പോട്ട് തള്ളിയിട്ടതിന് ശേഷം ഈ ഡോറുകൾ നമ്മൾ മുകളിലോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്ലാബിന്റെ നെറ്റി സൈഡാവും. അപ്പം നമുക്ക് ശരിക്കും മോഡുലാർ പോലെ തന്നെ ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഈ ടോപ്പിൽ വരുന്ന ഗ്രാനൈറ്റ് വാൾട്ടയിൽ പൊട്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് വേറെ പ്രശ്നമില്ല. പക്ഷെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ഗ്രാനൈറ്റ് പീസ് ഇവിടെ പൊട്ടിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ലാബ് അടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇത് സ്ലാബാണ്. ഈ സ്ലാബിനെ നമ്മൾ കവർ ചെയ്ത് എടുത്തതിന് ശേഷം ഡോറ് നമ്മൾ മുകളിലോട്ട് കയറ്റിയിട്ടേക്കാണ്. ഇത് നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ഗ്രാനൈറ്റിൻ്റെ 5 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലോട്ട് തള്ളിയിട്ടേക്കുമാണ്. ഇത് ഞങ്ങളൊരു കഴിഞ്ഞൊരു 2 വർഷം മുമ്പ് ചെയ്ത കിച്ചനാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഇന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്പാരിസനാണ് ശരിക്കും ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളത്.